വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ദാനിയേൽ 10:11. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ മനസ്സിലാക്കി നിവർന്നു നിൽക്കുക, കാരണം ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്ദേശം ദാനിയേലിന് എത്തിച്ചുകൊണ്ട് ദൂതൻ, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും അവൻ വന്നു. ദൂതന്മാർ ആരാണ്? അവർ ദൈവത്തിന്റെ രഥങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ 1000-ഉം കോടിക്ക് കോടിയുമാകുന്നു. ഇത് സങ്കീർത്തനം 68:17 കാണപ്പെടുന്നു. ഒരു രാജാവ് തന്റെ കൽപ്പനകൾ നിറവേറ്റാൻ രഥങ്ങളായി അയക്കുന്നത് പോലെ ദൈവം തന്റെ ദൂതന്മാരെ തന്റെ സന്ദേശം കൊണ്ടുപോകാൻ രഥങ്ങൾ പോലെ അയക്കുന്നു. ദൈവം അയക്കുന്നിടത്തെല്ലാം അവന്റെ ഉദ്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് അവരുടെ സന്തോഷം. ദൂതന്മാർക്ക് 3 പ്രധാന റോളുകളുണ്ട്. ഒന്നാമതായി, അവൻ ദൈവത്തിന്റെ സന്ദേശം അവന്റെ ജനത്തിലേക്ക് എത്തിക്കുന്നു. രണ്ടാമതായി, അവർ ദൈവമക്കൾക്ക് വേണ്ടി പോരാടുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമതായി, അവർ കർത്താവിനെ ആരാധിക്കുകയും അവനിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റ് സമയങ്ങളിലെല്ലാം അവർ ദൈവസന്നിധിയിൽ നിൽക്കുകയും അവനെ ആരാധിക്കുകയും അവനിൽ സന്തോഷിക്കുകയും അവന്റെ ശബ്ദം കേൾക്കുകയും അവന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നു. ലൂക്കോസ് 1:19 ദൈവം അയച്ച ഗബ്രിയേൽ ദൂതൻ വൃദ്ധനായ സെഖര്യാവിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവൻ മറിയയുടെ അടുക്കൽ വന്ന് അവൾ മിശിഹായെ എങ്ങനെ ജനിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തി. അതുപോലെ രക്ഷ അവകാശപ്പെടുന്നവർക്ക് സ്വർഗീയ സന്ദേശങ്ങൾ എത്തിക്കാൻ ദൂതന്മാരെ അയക്കുന്നു. ഒരു ചെറിയ ഗ്രാമസഭയിൽ ഒരു സമർപ്പണ ശുശ്രൂഷയ്ക്കിടെ ഒരു സംഭവം ഉണ്ടായി. പള്ളിക്കുള്ളിൽ നിരവധി അലങ്കാര വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. ശുശ്രൂഷ അവസാനിക്കുമ്പോൾ പെട്ടെന്നൊരു വൈദ്യുത തകരാർ സംഭവിച്ചു. മുഴുവൻ സദസ്സിലൂടെയും വൈദ്യുത പ്രവാഹം ആരംഭിച്ചു. തങ്ങൾ മരണത്തിന്റെ വക്കിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ തന്റെ ദൂതനെ അയക്കാൻ കർത്താവിന് സന്തോഷമായി. അവൻ വേഗത്തിൽ വന്നു വൈദ്യുതി വിതരണം വിച്ഛേദിച്ചു, എല്ലാവരെയും രക്ഷിച്ചു. അവർ ഒരു സാധാരണ മനുഷ്യനാകാൻ കഴിയുകയില്ല, കാരണം ഏതൊരു സാധാരണ വ്യക്തിയും വൈദ്യുതാഘാതം ഏറ്റിരിക്കുമായിരുന്നു. തീർച്ചയായും അത് ദൈവം തന്റെ ദൂതൻ വഴിയുള്ള ഇടപെടലായിരുന്നു. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൂതൻ പറയുമ്പോൾ അയക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം സന്തോഷിക്കുന്നു. ഈ സ്വർഗീയ കുടുംബത്തിൽപ്പെട്ടവരാണെന്നറിയുന്നതിൽ നാം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള മുഴുവൻ കുടുംബത്തിനും നാമകരണം ചെയ്യപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് എഫേസ്യർ 3:14-15 കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ദാനിയേൽ 10:18-19 പിന്നെ മനുഷ്യ സാദൃശ്യമുള്ളവൻ എന്നെ തൊട്ട് ബലപ്പെടുത്തി. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനാകുക, അതെ ശക്തനാകുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 11 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.